ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. ചവ്വരി അഥവാ സാബുദാന കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് കേട്ടോ. ഞാനിത് പഠിച്ചെടുത്തത് എൻ്റെ മരുമകളുടെ അടുത്തു നിന്നാണ്. കിച്ചടി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചവ്വരിയാണ് എടുത്തത്. ഈ ചവ്വരി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് കുതിർക്കാൻ വെക്കണം കേട്ടോ. ഇനി ഇത് കുതിർക്കാൻ വെക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. 1 കപ്പ് ചവ്വരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളം മതി കേട്ടോ. കാലത്താണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. വൈകുന്നേരമാണെങ്കിൽ കാലത്ത് കുതിർക്കാൻ വയ്ക്കുക. 7-8 മണിക്കൂർ കുതിർന്ന ചവ്വരിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി 5 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക. അതാവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് നിലക്കടല റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് 1/2 കപ്പ് നിലക്കടല എടുത്തിട്ട് പകുതി നമുക്ക് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് 1/4 കപ്പ് നമുക്ക് പൊടിച്ചെടുക്കാം, 1/4 കപ്പ് നമുക്ക് പിന്നീട് റോസ്റ്റ് ചെയ്ത് ചേർക്കണം. അപ്പോഴേക്കും നമ്മുടെ സാബുദാന റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കപ്പലണ്ടി പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് 1 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒരു ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. ഉരുളക്കിഴങ്ങ് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ അല്പം കൂടി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കാം. അതിന് ശേഷം നമ്മൾ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ നിലക്കടലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നിലക്കടല ഒരുവിധം റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഇളക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ ആവി കയറ്റി നിലക്കടല പൗഡറൊക്കെ വെതറി വെച്ചിട്ടുള്ള സാബുദാന മിക്സ്ചർ ഇതിൽ ചേർത്ത് ഇളക്കാം. ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അല്പം മല്ലിയിലയും വെതറാം. പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് നീര് പിഴിഞ്ഞ് ചേർത്താൽ നന്നായിരിക്കും. നല്ല സ്വാദാണ് കേട്ടോ ഈ സാബുദാന കിച്ചടിക്ക്. മരുമകൾ ഇതിനെപ്പറ്റി പറയണതിന് മുമ്പ് തന്നെ ഇതിൻ്റെ റെസിപ്പി ബോംബെയിൽ വളരെ കാലം താമസിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ലക്ഷ്മി ചേച്ചി എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ സാധാരണയായിട്ട് സാബുദാന കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും വ്രതങ്ങളോടനുബന്ധിച്ച് ഉപവാസം അനുഷ്ഠിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ തലേന്നായിട്ട് ഈ സാബുദാന കൊണ്ടുള്ള വിഭവങ്ങൾ അവർ ഉണ്ടാക്കി കഴിക്കണം. എന്തായാലും നല്ല സ്വാദുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.